ഗുണം എന്ന് പറയുമ്പോൾ സാറേ നമ്മുടെ ഓർഗാനിക് ആണ് സംഭവം. ഒരു രാസവളങ്ങളൊന്നും യൂസ് ചെയ്യാത്തതാണ്. നമ്മൾ ശരിക്കും വേപ്പിൻ പിണ്ണാക്ക്, ക്യൂമിക് ആസിഡ് അങ്ങനത്തെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ കീഴാന്തൂർ ഗ്രാമത്തിലാണ്. കീഴാന്തൂർ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കാപ്പിക്കുരു സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഭൗമസൂചികാ പദവി ഇടം നേടിയിട്ടുള്ള ഒന്നാണ് കീഴാന്തൂർ കാപ്പി. എന്താണ് പഞ്ചായത്ത് മെമ്പർ ഇതിന്റെ ഒരു പ്രത്യേകത? പദ്ധതി പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാപ്പി കീഴാന്തൂർ കർഷകർ ഞങ്ങൾ ഉൽപ്പാദിക്കുന്ന കാപ്പി എന്ന് വെച്ചാൽ ഓർഗാനിക്കാണ്, തിരിച്ചും ഓർഗാനിക്കാണ്. ഞങ്ങൾ മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഓർഗാനിക് ആയതുകൊണ്ട് ഞങ്ങളുടെ ഈ കാപ്പി നമുക്ക് മണർക്കാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കർഷകരിൽ നിന്ന് വാങ്ങി ഇവിടെ ശേഖരിച്ചിട്ട് മണർകാട് സർവീസ് സൊസൈറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു അല്ലേ? ഇപ്പൊ മണർകാട് സർവീസ് സൊസൈറ്റിയുടെ ഒരു പ്രതിനിധി ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. പേര് നന്ദു, ഞാൻ കീഴാന്തൂർ ഗ്രാമത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഇവിടുത്തെ പ്രൊക്യൂർമെന്റ് ഏജന്റ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് കോഫി കർഷകരിൽ നിന്ന് സംഭരിച്ച് അപ്പൊ നമുക്കൊരു 2200 kg തേയുമ്പോഴത്തേനും നമ്മൾ ആണ്ടിപ്പട്ടിക്കാണ് ലോഡ് കയറ്റി വിടുന്നത്. ഇത് എന്ത് ചെയ്യും അവിടെ ചെല്ലുമ്പോ? അവിടെ ചെന്നിട്ട് ഉണക്കി എടുത്തിട്ട് ഒരു പ്രോസസിങ് കഴിഞ്ഞിട്ട് ജർമ്മനിയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓ ശരി ശരി. വിദേശത്തേക്ക് കൊണ്ടുപോവുക? അതെ, വിദേശത്തേക്ക്. എന്താണ് അപ്പൊ ഈ കാപ്പിക്കുരുവിന്റെ ഒരു പ്രത്യേകതയും ഗുണമൊക്കെ എന്താണ്? ഗുണം എന്ന് പറയുമ്പോൾ സാറേ നമ്മുടെ ഓർഗാനിക് ആണ് സംഭവം. ഒരു രാസവളങ്ങളൊന്നും യൂസ് ചെയ്യാത്തതാണ്. നമ്മൾ ശരിക്കും വേപ്പിൻ പിണ്ണാക്ക്, ക്യൂമിക് ആസിഡ് അങ്ങനത്തെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ എത്ര കർഷകരിൽ നിന്ന് എത്ര ദിവസം ഇപ്പൊ കറക്റ്റ് കംപ്ലീറ്റ് 2 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 മാസത്തിൽ നമുക്ക് 66 ടൺ കയറ്റിയിട്ടുണ്ട് ഇതുവരെ. 66 ടൺ. ഇതിപ്പോ എത്ര ദിവസത്തെ കാപ്പിക്കുരു? 3 ദിവസമായിട്ട്. 3 ദിവസം. എത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് 2 ദിവസം 3 ദിവസത്തേക്ക് ഒരു ലോഡ് കയറ്റും. അതെ, നേരത്തെ ഒറ്റ ദിവസം കൊണ്ട് തേഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ അവസാനം സീസൺ കഴിയുന്ന സമയമായതുകൊണ്ട് ഇപ്പൊ ഒരു 3-4 ദിവസം എടുക്കും ലോഡ് കംപ്ലീറ്റ് ആണെങ്കിൽ. എന്നിട്ട് ഇതിപ്പോ മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കേന്ദ്രമായി എവിടേക്ക് ചെല്ലുന്നത്? ഇത് നമുക്ക് അവിടുത്തെ നമ്മുടെ ഓഫീസുണ്ട് ആണ്ടിപ്പട്ടിയില്, തേനി ആണ്ടിപ്പട്ടിയില്. അവിടെ നിന്ന് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് മറ്റേ സൊസൈറ്റിന്ന് വന്നിട്ട് ഒരു റിസർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മായമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളുണ്ടോ എന്നുള്ളതിന്റെ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് അത് ക്വാളിറ്റി ചെക്കിംഗ്. ക്വാളിറ്റി ചെക്കിംഗ് വിദേശ രാജ്യങ്ങൾ കൃത്യമായിട്ട് നോക്കും. അതെ അതെ, നമ്മുടെ ഫെയർ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിന്നൊക്കെ അംഗീകാരം കിട്ടിയതോ. എത്ര നാളുകളായി ഇങ്ങനെ ഈ കീഴാന്തൂർ കാപ്പിക്ക് ഇതുപോലൊരു പദവി ലഭിച്ചിട്ട്? നമുക്ക് 2024 സാർ, ഇപ്പൊ കറക്റ്റ് 1 വർഷം തികയുന്നേ ഉള്ളൂ. നമുക്ക് വേൾഡ് കോഫി കോൺഫറൻസ് ബാംഗ്ലൂർ വെച്ചാണ് നടന്നത്. അതിന് മികച്ച കോഫിക്കുള്ള ഒരു അംഗീകാരം കിട്ടിയത്. ഗോൾഡൻ അവാർഡ് കിട്ടിയിട്ടാണ് 1 വർഷമായത്. നമ്മളിത് തുടങ്ങിയിട്ട് 10 വർഷമായി. അത് ശരി ശരി. മാത്രമല്ല കാന്തല്ലൂരിലെ കാർഷിക രംഗത്തിന് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു ഗോൾഡൻ അവാർഡ് ലഭിച്ചു. അവാർഡ് ലഭിച്ചപ്പോ ഇതുകൂടി അതിന്റെ ഒരു ഭാഗമാണ്. അതായത് തനതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക രംഗത്ത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തനതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ തൊണ്ട് കളഞ്ഞ് പരിപ്പാക്കി. അതെ അതെ, പരിപ്പാക്കി അത് ഉണക്കിയാണ് പ്രോസസിങ് കഴിഞ്ഞിട്ട് കൊണ്ടുപോവുക. നമ്മള് സൊസൈറ്റി വന്നിട്ടാണ് നമ്മുടെ കർഷകർക്കാണെങ്കിലും കൂടുതൽ ഒരു ആനുകൂല്യമായിട്ട് കിട്ടുന്നത്. കാരണം നമ്മൾ വർഷം കൂടുമ്പോഴത്തേനും ബോണസ്, പിന്നെ അതല്ലാതെ വിലയും കൂടി കിട്ടും, ബോണസ് കിട്ടും, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ക്യൂമിക് ആസിഡ്, പിന്നെ കർഷകർക്ക് ആവശ്യമായ കർഷകോപകരണങ്ങൾ, തൂമ്പ, മൺവെട്ടി, അങ്ങനത്തെ റെയിൻകോട്ട്, കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. മണർകാട് സർവീസ് സൊസൈറ്റിയാണ് ഇതിന്റെ ഒരു ഏജന്റ് എന്ന് പറയുന്നത്. അവര് വഴിയാണ് നമ്മളിത് കയറ്റി അയക്കുന്നത്. നേരത്തെ സ്വകാര്യ വ്യക്തികൾക്കാണ്, ചെറിയ കച്ചവടക്കാർക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ സൊസൈറ്റി വന്നതിന് ശേഷമാണ് നമ്മുടെ മണർകാട് സൊസൈറ്റി തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള ആനുകൂല്യം കിട്ടുമ്പോൾ പിന്നെ ഇത് അല്ലാണ്ട് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇവിടെ. അപ്പൊ കീഴാന്തൂർ കാപ്പിക്കുരു എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുള്ള മറിയൂർ ശർക്കര പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കീഴാന്തൂർ കാപ്പി. ഈ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്.